എന്തേ? ഏയ് ഒന്നുമില്ല. തളന്നെങ്കി മാറിക്കോ. വേണ്ടെന്നേ. ഈ ഇന്നലൊന്നും കഴിച്ചില്ലല്ലേ? അപ്പൊ ഉണ്ണേട്ടനോ? ഞാൻ പിന്നെ ഇത്തിരി കഞ്ഞിന്റെ വെള്ളമെങ്കിലും കുടിച്ചല്ല. അയ്യോ പെണ്ണ് കുഞ്ഞിക്കാളി വേങ്ങ ഓരാ ഓടിവാ ഓടിവായോ എന്തേ പെട്ടെന്ന് ബോധം കിട്ടി വീണ് ഒന്ന് എണീറ്റ് ആദ്യം ഇങ്ങോട്ട് മടിയിൽ കെട്ടണം. എന്തേ അങ്ങനെ ആ കൈ ഒന്ന് പിടിച്ചു നോക്കിക്കേ. ആണുങ്ങളല്ലേ ഒന്ന് വെളിയിൽ പോയേ. പോകിനടാ കുഞ്ഞുണ്ണി നീയും പോയേ. അന്നോടിനി വേറെ പറയണ പോടാ അവിടുന്ന്. പറഞ്ഞത് കേട്ടില്ലേ? എനിക്കെന്തൊരു മടി. ഈ ഇത്തിരി വെള്ളം ചൂടാക്കി. കുഞ്ഞുണ്ണിയേ കുഞ്ഞുണ്ണിയെ കോളടിച്ച് ഓളാ പായല് കൊണ്ട് കിടത്തിക്കോ. ഓളെ മാത്രം കിടത്തിയാ മതി. ഇങ്ങ് പോരെ. എന്താണ് അതിന്റെ വാലിന് തീ പിടിച്ചോ? പിന്നെ വട്ടല്ല എടാ പരമേ ഒന്നാമതൊരു പാൽ പായസം റെഡി ആയിക്കോ. എന്താ ഇത്? കണ്ണ് തിരിയൂലേ തൊട്ടില്? അത് മനസ്സിലായി. ഇപ്പൊ എന്തിനാന്നാ ചോദിച്ചേ? നമ്മടെ പൈതലിന് കിടക്കണ്ടേ? അതിനി മാസം എത്ര വേണമെന്നറിയോ? ഇക്കിപ്പോ ഒറ്റ ആശയുള്ളു. എന്താന്നറിയാവോ? ദേ മൂപ്പര് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കിട്ടിയ അത്രയും സന്തോഷം. അല്ല, മൂപ്പരാണെന്നങ്ങ് തീരുമാനിച്ചോ? മൂപ്പത്തിയാണെങ്കിലോ? എന്നാലും തൊട്ടില് വേണല്ലോ. ആ പിന്നെ തൊട്ടില് വേണം. എന്നാലും ഇതൊക്കെ കടയിലെത്തിച്ചിട്ടായാലും മതിയല്ലോ തൊട്ടില് പണി. നേരം പോയല്ലോ.
അങ്ങോട്ട് എന്ത് കണ്ടാലും ഹൈ അതൊന്ന് എടുത്തോട്ടെന്ന്. അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. പോ അവിടുന്ന് ശവമേ. ആരും ഇല്ലായിരുന്നപ്പോ അതേ ഉണ്ടായിരുന്നുള്ളു. ഇപ്പൊ ആളുണ്ടല്ലോ. കാവ് ഇറക്കിയിട്ട് വേഗം ഇങ്ങോട്ട് വരണേ. എന്തേ? ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. പണിയാളുകളുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നോക്കട്ടെ. തിരക്ക് കുറയാണെ വേഗം വരാം. ഇത്തിരി തീ തരുമോ? എന്താ? ഇത്തിരി തീയേ. ഓന്റെ മോർ എനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് ഇത്രയും കാലം എന്നോട് പറഞ്ഞില്ല. അതിപ്പോ ഞാൻ ഇങ്ങനെയൊന്നും ഓർത്തില്ല. ചെറിയ ഉടുപ്പ് തരൂ. മൂന്നും കൂടി 1500 രൂപ. ഇതിന് ഇത്രയും വില ഉണ്ടാ? ഇത് മാത്രമാണ് 750 രൂപ വന്നാൽ മതി. ഇത് നന്നായിട്ടുണ്ട്. കുറച്ചുകൂടെ വലുത് വേണോ ചെറുത് വേണോ? അതെടുക്കൂ. ഏത്? അതല്ല, അത്. ഇത് നല്ലതാ, ചായ വന്ന് പോത്തില്ല. ഇത് മതിയാ?
കുഞ്ഞുണ്ണി ഇക്കയ്യ ഇക്കയ്യാന്ന് പറഞ്ഞില്ലേ? കുട്ട ഏതായാലും നീ ചന്തേ പോണ്. ആ കൂട്ടത്തിൽ ഇത്തിരി കുഴമ്പ് കൂടെ വാങ്ങിയാലെന്താ? നടന്ന് മുട്ടുവേദനിച്ചിട്ടാ മോനെ. അതിന് ആര് ചന്തേ പോണു? പിന്നെ അരിയും സാധനങ്ങളും വാങ്ങിക്കുന്നത് ആരാ? വാ, വീട്ടിൽ പോണം. ഓള് മാസം കഴിഞ്ഞ് നിൽക്കാണേ. അതിന് നീ അവിടെ കുത്തിപ്പിടിച്ച് നിന്നിട്ട് കാര്യം ഒന്നുമില്ല. നിന്റെ ജോലി നേരത്തെ തീർന്നില്ലേ? ഇനി പ്രസവിക്കേണ്ടത് അവരുടെ ജോലിയാ. അതല്ല, എനിക്ക് കാണണം. എന്തോന്ന് പ്രസവിക്കുന്നതോ? അതല്ലെന്ന്, കുഞ്ഞിനെ ആദ്യം എനിക്ക് കാണണം. ഓ അങ്ങനെ. നീ പോയില്ലേ ഇതുവരെ? ഇല്ല, ചന്തേ പോടാന്ന് പറഞ്ഞ് മനുഷ്യന്റെ വായിലെ വെള്ളം പറ്റി. മിണ്ടാരിടോ. നീ വീട്ടിൽ പോ കുഞ്ഞുണ്ണി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുറച്ചു ദിവസം ഇങ്ങോട്ട് വരണ്ടാന്ന്. നീ എപ്പോഴും അടുത്ത് വേണം. അത് മായമ്മയ്ക്കൊരു ധൈര്യ. അയ്യോ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. കാലത്തിറങ്ങുമ്പോഴും ബേലിക്ക വരെ വന്ന് നിന്നതാണല്ലോ. എളാറേ, ഇമ്പ്രാട്ടി പെറ്റ് ആൺകുഞ്ഞ. എന്താ ഈശ്വര ഇപ്പൊ പറഞ്ഞു. എടാ കുഞ്ഞുണ്ണി, ഞാനും ഉണ്ട്. കൊണ്ട് ചെയ്യണേ പെണ്ണേ. കുഞ്ഞുണ്ണിയേ, ഇതാ എന്റെ മോൻ കിടക്കണ കണ്ടാ? വാരി എടുക്കല്ലേ, തല ഉറച്ചിട്ടില്ല. ഹായ്, രണ്ടാളും കൂടി പണി പറ്റിച്ചല്ലേ? ശരിക്കൊന്ന് കാണട്ടെ ഞാൻ. നിങ്ങൾ എന്തായി കാട്ടണേ? ചേട്ടാ, ആണാ പെണ്ണാണെന്ന് അറിയണ്ടേ? അതിന് ചോദിച്ചാ പോരെ, തുണി നോക്കി നോക്കണോ? അത് ശരി. എന്തായാലും ഞാൻ കാരണം ഇതുവരെയൊക്കെ ആയല്ലോ, എനിക്ക് സന്തോഷായി. എടാ മോനെ കുട്ടാ, ആ ശരീരം കണ്ട നിന്നെ പോലെ തന്നെ, മുഖോ നമ്മുടെ മാഷെ പോലെ. അയ്യോ, എണീക്കല്ലേ, അവിടെ കിട. എരണക്കേടും പറഞ്ഞ് ഈ വഴിക്കങ്ങാൻ വന്നാണ്ടല്ലോ. വന്നാലെന്താ? അരിഞ്ഞു കളഞ്ഞ് ഇറങ്ങി പോതല്ലേ? അരിയോ നീ? അരിയടി, കൊല്ലോ? കൊല്ലടി. എന്നാ നീ ഒന്ന് കൊല്ലടാ. കൊല്ല- കൊല്ലോ നീ എന്നെ. ഇറങ്ങി പോടി. കാണിച്ചു തരാടാ വെടങ്കോര. എടാ, ഈ തള്ളോട് കളിച്ചിട്ടാരും ജയിച്ചിട്ടില്ലടാ. വെടകോരത്തിന്റെ തന്തേടി ഇറങ്ങടി. ആശ പിടിച്ചോനെ. കളവി മേലെ വഴിക്ക് വന്നാണ്ടല്ലോ, ഒന്ന് കുടിച്ചുകൂടി ഞാൻ പറഞ്ഞേക്കാം. എന്റെ മേലെ നീ കൈ വെച്ചല്ലേടാ. രാവിലെ ഒരു വർത്താനായിട്ട് ഇറങ്ങി നിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ വിടില്ലടാ.